ഇവിടെ കുറെ പേര് ഈ കിച്ചു വിടുന്ന വീഡിയോയിൽ താഴെ പോയി കിടന്ന് കുറെ കമന്റുകൾ അങ്ങ് എഴുതി തള്ളുന്നുണ്ട്. അതായത് നീ എന്താണ് അമ്മയെ കാണാൻ പോകാത്തത്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുതുവാണ്, അങ്ങ് എഴുതി അങ്ങ് ഇടുവാണ്. അങ്ങ് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. കാരണം അവൻ അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ, അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ പോയി കാണട്ടെ. അതേസമയം അവൻ പോയി കണ്ടില്ല അല്ലെങ്കിൽ അവൻ കാണില്ല എന്നൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അറിയാൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അങ്ങ് എഴുതി അങ്ങ് വിധി അങ്ങ് എഴുതുവാണ്. അവൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ കുറച്ച് നാൾ മുന്നേ വരെ രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമന്റുകൾ കൂമ്പാരം നിറഞ്ഞത് ഇപ്പൊ നേരെ മറിച്ച് കിച്ചുവിനെതിരെ അങ്ങ് തിരിഞ്ഞിരിക്കുവാണ്. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ നന്ദിയില്ലാത്തവനാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുതാവുകയാണ്. നിങ്ങൾക്കൊക്കെ കുറച്ച് എന്തുവാ പറയുന്നത്? കുറച്ച് ബോധമില്ലേ ശരിക്കും പറഞ്ഞാൽ? അവൻ അവന്റെ ഇഷ്ടത്തിന്, അതോടൊപ്പം തന്നെ അവൻ അവന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ്. അവൻ ഇത്രയും നാട് ഈ പറയുന്ന രീതിയിൽ അവൻ രേണുവിനോടൊപ്പോ അല്ലെങ്കിൽ രേണുവിന്റെ ചിലവിലോ ഒന്നും അല്ലായിരുന്നല്ലോ. അവൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നല്ലോ അവന്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് ഇപ്പൊ വരെയും അവൻ നിന്നതെന്ന് പറയുന്നത്. അവൻ ഈ പറയുന്ന രീതിയിൽ രേണുവിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഋതപ്പനെ തള്ളിപ്പറയുകയോ ഒന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല അവൻ. അതുകൊണ്ട് തന്നെ അവൻ പോയി കാണാതിരിക്കുക. അത് അവന്റെ ഇഷ്ടം, അവന്റെ താല്പര്യം. അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഈ പറയുന്ന രീതിയിൽ കമന്റോളികൾ വന്ന് കമന്റ് ചെയ്ത് അവന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് അവനെ ഉപദേശിക്കാനായിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ ഇടേ? സത്യം പറഞ്ഞ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. അവൻ അവന്റെ ഇഷ്ടമുള്ള അനുസരിച്ച്, അവന് താല്പര്യമുള്ള അനുസരിച്ച് അവൻ കാണാതിരിക്കുക, എന്ത് വേണോ ചെയ്യട്ടെ. അതിനെ ചെന്ന് എഗൻസ്റ്റ് പറയാനും അവനെ ചെന്ന് തെറി വിളിക്കാനും അവനെ ചെന്ന് ഉപദേശിക്കാനും എടാ അങ്ങനെയല്ലടാ മറ്റതല്ലടാ മറിച്ചതല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെതിരെ തിരിയാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് ആരുടെ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. അവന്റെ ഇഷ്ടം, അവന്റെ താല്പര്യം, അവൻ എങ്ങനെയും മുന്നോട്ട് പോട്ടെ. അവൻ അവന്റെ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവന് വേറെ ആരുമില്ല. അവൻ ഒറ്റയ്ക്ക് അവനത് പടുത്തുയർത്തുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ ശരിക്കും പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നത്. അതിനെതിരെ ഈ പറയുന്ന രീതിയിൽ പിന്നെ അവനെ അഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് നോക്കുവാണോ ചെയ്യുന്നതെന്ന് പറയുന്നത്? എന്ത് കഷ്ടമാണ് ഇത്. ഒരാള് സ്വന്തം കാലിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടെന്ന് പറയുന്നത്. അത് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ അവനെതിരെ തിരിഞ്ഞുകൊണ്ട് അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഈ പറയുന്ന രീതിയിൽ പിടിച്ച് താഴെയിടാനാണോ നോക്കുന്നതെന്ന് പറയുന്നത്? എന്തോന്നൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. കഷ്ടം തോന്നുന്നുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്യണ്ട. ഈ പറയുന്ന രീതി കമന്റ് ബോക്സിൽ ചെന്ന് ഉപദേശവും തെറിവിളിയും അതോടൊപ്പം തന്നെ അവനെതിരെ സംസാരിക്കുന്നതും ദയവീത് നിർത്തുക. അത് അവരുടെ ഫാമിലി മാറ്റർ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പിച്ചുപോയി കാണും. രേണുവിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. ഇതുവരെയും രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവർ ഒരുപാട് പേര് ഇപ്പോൾ രേണുവിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് കരുതിയിട്ട് അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ബിജുവിന്റെ തലമണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശം ഏർപ്പാടാണ്. ഇതുപോലുള്ള ഊള പരിപാടികൾ ദയവ് ചെയ്ത് നടത്തുക.